മാർക്കറ്റിലെ കോടികൾ വില വരുന്ന ഒരു മെഷീനാണ് എന്റെ പുറകിലായിട്ട് കിടക്കുന്നത്. നിങ്ങൾ ഹൈവേകളിൽ റോഡ് പണികളിൽ ഈ മെഷീൻ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് ഈ മെഷീന്റെ വിശേഷങ്ങളാണ്. നേരെ വീഡിയോയിലേക്ക്. അപ്പൊ വിമൽ ഭായി, നമ്മളെ പുറകിലായിട്ട് കിടക്കുന്ന മെഷീനെ കുറിച്ചാണ് നമ്മളിന്ന് പറഞ്ഞു വന്നത് അല്ലേ? ഇതിന്റെ ശരിക്കുള്ള പേരെന്താണ്? ഇതിന്റെ ശരിക്കുള്ള പേര് ആസ്ഫാൾട്ട് പേവർ എന്നാണ്. ഇത് ആക്ച്വലി നമ്മൾ ഈ റോഡ് പണിക്കാണ് ഉപയോഗിക്കുന്നത് അല്ലേ? അതിൽ എന്ത് പ്രവർത്തനങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഇത് BMBC ടാറിങ്ങിന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ റോഡുകളിൽ ഹൈവേകളിലും ഇപ്പൊ ഒന്ന് ചെറിയ റോഡുകളിൽ ഒഴികെ ബാക്കിയുള്ള എല്ലാ ഹൈവേകളും ചെയ്യുന്നത് ഈ ഒരു മെഷീൻ വെച്ചിട്ടാണ് അല്ലേ? ഇതിനു മുമ്പ് നമ്മൾ ഇദ്ദേഹത്തിന് തന്നെ ഒരു അടിപൊളി ഒരു അഡാറ് ക്രെയിൻ കാണിച്ചിരുന്നു അല്ലേ? അപ്പൊ അതും ഒക്കെ നിർമ്മിച്ചത് ഇവിടുന്നാണ്. അപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈ മെഷീന്റെ ഫ്രണ്ടിൽ ഒരു വലിയൊരു ബക്കറ്റ് ആണുള്ളത്. അപ്പൊ എങ്ങനെ അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ വരുന്നത്? ഇതിൽ നമ്മൾ ടാറ് കൊണ്ടുവന്ന് തട്ടാനാണ് ഉപയോഗിക്കുന്നത്. അതായത് ഈ ഒരു ഭാഗത്ത് ടാറ് തട്ടും. എന്നിട്ട് ഈ കൺവെയർ, ഇതിന്റെ സെന്ററിലുള്ള ഒരു കൺവെയർ ഉണ്ട്. ഈ കൺവെയർ വഴി ടാറിനെ ബാക്കിലേക്ക് കൊണ്ടുപോകും. അപ്പൊ ഇത് കൺവെയർ വഴി ബാക്കിലോട്ട് പോകും. എന്നിട്ട് ഉള്ള പ്രവർത്തനങ്ങളൊക്കെ ബാക്കിലാണ്. അപ്പൊ അവിടുന്നാണ് ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാലോ അല്ലേ? ഇതാണ് സ്ക്രീഡ് എന്ന് പറയുന്ന ഭാഗം. ഈ സ്ക്രീഡ് നമുക്ക് എത്ര വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. റോഡിന്റെ വിഡ്ത്ത് നമുക്ക് എത്രയാണ്, ഇപ്പൊ 4 മീറ്റർ ആണ് നമുക്ക് ടാർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് 4 മീറ്റർ ഇത് തള്ളി പുറത്തേക്ക് കൊണ്ടുവന്ന് നമുക്ക് ടോട്ടൽ ഈ സ്പാനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇത് നമുക്ക് 1.5 മീറ്ററോളം ഇത് പുറത്തേക്ക് വരും. അങ്ങനെ ടോട്ടൽ നമുക്ക് ഒരു 5 മീറ്ററിന്റെ അടുത്ത് നമുക്ക് ടോട്ടലായിട്ട് തുറന്ന് പിടിച്ച് നമുക്ക് ടാർ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഫ്രണ്ടിൽ ടിപ്പറിൽ കൊണ്ടുവരുന്ന ടാറ് ഫ്രണ്ടിൽ തട്ടിയതിന് ശേഷം ഇതിന്റെ സെന്ററിൽ കൂടെയുള്ള കൺവെയർ വഴി മെഷീന്റെ ബാക്കിലേക്ക് എത്തുന്നു. ഈ ബാക്കിൽ എത്തുന്ന ടാറിനെ 2 സൈഡിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് അതിന് വേണ്ടി ഒരു സ്ക്രൂ കൺവെയർ കൊടുത്തിട്ടുണ്ട്. ആ സ്ക്രൂ കൺവെയർ വഴി 2 സൈഡിലേക്കും ടാറിനെ പരത്തുന്നു. അതിനുശേഷമാണ് കറക്റ്റ് ലെവലിന് ഈ സ്ക്രീഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഭാഗം കറക്റ്റ് ലെവലിൽ ഇതിനെ ഫിനിഷ് ചെയ്ത് വരിക. ആസ്ഫാൾട്ട് പേവർ ഫിനിഷർ എന്നാണ് ഈ മെഷീന്റെ ശരിക്കുള്ള പേര്. അപ്പോൾ റോഡ് നല്ല ഫിനിഷിങ്ങോട് കൂടി ടാർ ചെയ്ത് വരും. ഈ മെഷീന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഹൈഡ്രോളിക്സ് ആണ്. ഇതിന്റെ എൻറ്റയർ ഹൈഡ്രോളിക്സിൽ വർക്ക് ചെയ്യുന്ന ഒരു മെഷീനാണ്. ഇതിന്റെ എല്ലാ ഭാഗങ്ങളും ഹൈഡ്രോളിക്സിലാണ്. അപ്പോൾ ഇതിന്റെ എഞ്ചിൻ ഉപയോഗിച്ചിരിക്കുന്നത് JCBയുടെ ഭയങ്കര ഹെവി ആയിട്ടുള്ള എഞ്ചിനാണ്. ഇതിന്റെ ഓപ്പറേഷൻ ഭയങ്കര എളുപ്പമാണ്. പിന്നെ നമുക്ക് ലോഡിങ് ആൻഡ് അൺലോഡിങ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. ഈ കാലുകളാണ് ഇതിനെ സ്റ്റെബിലൈസർ എന്നാണ് പറയുക. നമ്മുടെ ക്രെയിനിലൊക്കെ ഉപയോഗിക്കുന്ന കാലുകളാണ്. ഈ കാലുകളുമ്പോൾ നമുക്ക് 5 അടിയോളം മെഷീനെ മുഴുവനായിട്ട് പൊക്കാനായിട്ട് പറ്റും. അത് നമുക്ക് വെറുതെ ഇങ്ങനെ ഈസി ആയിട്ട് വലിച്ചിടാവുന്നേ ഉള്ളൂ. ഇങ്ങനെ നമുക്ക് തുറക്കാൻ പറ്റും. ഇത് ഓടുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ അടഞ്ഞിരിക്കും. ഇങ്ങനെ അകത്തി വെച്ചതിന് ശേഷം നമുക്ക് ഹൈഡ്രോളിക് സിലിണ്ടർ തുറന്നു കഴിഞ്ഞാൽ, ഇതൊരു ഹൈഡ്രോളിക് സിലിണ്ടർ ആണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ മെഷീൻ മേലോട്ട് പൊന്തും. 5 അടിയോളം നമുക്ക് പൊക്കാനായിട്ട് പറ്റും. ഈ 5 അടി പൊന്തിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ അടിയിൽ വാഹനങ്ങൾ കൂടെ നിർത്തിയിട്ട് അതിൽ വാഹനത്തിന് ലോഡ് ചെയ്യാൻ പറ്റും. ലോഡ് ചെയ്യാനും പറ്റും. ഇരിക്കുന്ന പൊസിഷനിൽ, അതായത് വണ്ടിയുടെ മേലെയാണ്, ലോറിയുടെ മേലെയാണ് ഇപ്പൊ മെഷീൻ ഉള്ളതെന്ന് വെച്ചാൽ ഈ കാലുകൾ തുറന്നിട്ട് നമുക്ക് അൺലോഡ് ചെയ്യാനും പറ്റും. നമുക്ക് ഇപ്പൊ ഈ മെഷീൻ എത്ര ടണ്ണേജ് വെയിറ്റ് വരുന്നുണ്ടാവും? ഈ മെഷീൻ ഏകദേശം 12 ടണ്ണിന്റെ അടുത്ത് വെയിറ്റ് ഉണ്ട്. ടോട്ടൽ വെയിറ്റ് വന്നിട്ടുണ്ട്. കാരണം ഈ ബാക്കിൽ നിൽക്കുന്ന ഈ സ്ക്രീഡിന് ഏകദേശം 2.5 ടണ്ണിന്റെ അടുത്ത് വെയിറ്റ് ഉണ്ട്. അപ്പൊ ഈ കിടിലൻ മെഷീന് എന്ന് പറഞ്ഞാല് കേരളത്തില് ആരും അധികം ചെയ്തിട്ടില്ല അല്ലെ? ആരും ചെയ്തിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ടാവില്ല. അപ്പൊ അത്ര ഒരു മെഷീൻ, അത് ഏകദേശം മാർക്കറ്റില് കോടികളാണ് ഇതിന് വില വരുന്നത് അല്ലെ? അപ്പൊ അതിനെയാണ് നമ്മളെ ഈ കേരളത്തിലെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റില് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പൊ വിമൽ ഭായിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്മളെ വീഡിയോന്റെ കമന്റിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതിൽ അദ്ദേഹത്തിനെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം. ഇതുപോലെ മിഷനറീസോ അല്ലെങ്കിൽ മെഷീൻസോ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെയോ അല്ലെങ്കിൽ ഇതുപോലെ ബിസിനസ്സോ മാനുഫാക്ചറിങ് ഒക്കെ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ വീഡിയോ നമ്മളുടെ ചാനലിലൂടെ നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി, നമ്മളെ DM നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ഇത് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. കൂടാതെ നമ്മളുടെ ചാനൽ ഫോളോ ചെയ്യാത്തവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.